വെള്ളം താഴ്ന്നു തുടങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയവരൊക്കെ തന്നെ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലാണ് മണ്ണും ചെളിയും ഒക്കെ അവരുടെ വീടുകളിൽ അടഞ്ഞിരിക്കുന്നത്. അതൊക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ പ്രദേശത്തൊന്നും വൈദ്യുതി ഇല്ല, അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും അടിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് വെള്ളം ഇങ്ങനെ ടാങ്ക് വഴി കൊള്ളം വെള്ളം ഇവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെ വെള്ളം എത്തിച്ചുകൊണ്ടാണ് അവിടെ വൃത്തിയാക്കുന്ന നടപടികൾ, അതുപോലെ കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ അങ്ങനെയാണ് അവർ വെള്ളം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കുറച്ചധികം സമയമെടുത്തെങ്കിൽ മാത്രമേ ഇവിടെയൊക്കെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. പല ഭാഗങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. അത്തരമൊരു ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ അനുഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വെള്ളം കൊണ്ടുവരുന്നത്, അതുപോലെ എത്ര വീടുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇവിടെയുള്ള ഈ വൃത്തിയാക്കുന്ന പ്രവൃത്തികളൊക്കെ? നിലവിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. നേരത്തെ തന്നെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ സാധാരണയായി പ്രളയം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ വളരെ നേരത്തെ എല്ലാ തരത്തിലും ഞങ്ങൾ സന്നദ്ധ സംഘടനകളെ, വളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കുടിവെള്ള വിതരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറിയതുകൊണ്ട് ആളുകൾക്ക് വെള്ളം കിട്ടാത്ത പ്രയാസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വളണ്ടിയർ ടീം തന്നെ നമുക്ക് എല്ലാ തരത്തിലും ഉണ്ട്. നമുക്ക് JDT NSS വളണ്ടിയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ പലതര സംഘടനകളുടെയും ടീമുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുമൊക്കെയുള്ള ശുചീകരണ പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വീടുകളിലൊക്കെ കാണാം. ഈ വീടുകളിൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം വരെ വെള്ളം എത്തിയതിന്റെ പാട് നമുക്ക് കാണാനാവുന്നുണ്ട്. ഇവിടുന്ന് അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് ജീവിതം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീടിനകത്തൊക്കെ വലിയ രീതിയിലാണ് ചെളി കെട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ മുകൾ ഭാഗത്തേക്ക് മാറ്റിയിരുന്നു എന്നുള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെളിയും അതുപോലെ മണ്ണൊക്കെ വളരെ വലിയ രീതിയിലാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതും വളരെ ശ്രമകരമാണ്. എന്തായാലും നാട്ടുകാരുടെയൊക്കെ ഒരു കൂട്ടായ്മയോട് കൂടിയുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. കുടുംബങ്ങൾക്കൊക്കെ വൈകാതെ തന്നെ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കഴിയും. സാധാരണ ജീവിതം അവർക്ക് തിരികെ എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ കൂടെ വൈദ്യുതിയും അതുപോലെ തന്നെ വെള്ളം കൂടി വന്നെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണ തോതിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. JSL ബാബു പിലാശ്ശേരിക്കൊപ്പം സമീർ C. മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.